ഈശോപ്പയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് സത്യമായി അൾത്താരിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസ്, ചേർത്തല. ഇവിടുന്ന് ഒരു കൊന്ത ദൂരത്തിലാണ് എൻ്റെ താമസം. മായത്ര തിരുഹൃദയ ദേവാലയൻ്റെ ഇടവക. ഇതെൻ്റെ അമ്മ അനിത, ഇതെൻ്റെ വൈഫ് ഷീലു. ഒരുപാട് നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ മൂന്നുപേരുടെ ആയിരിക്കുന്നത്. ആദ്യമായി ഒരു വചനം കോട്ടിയാണ് ജോൺ 13:1. ഹി ലവ്ഡ് ദം അൺ ടു ദ വെരി എൻഡ്. തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഞങ്ങൾ രണ്ടുപേരും UK ഞാൻ സ്റ്റുഡൻ്റായിട്ടാണ് പോയത്, ആൾ നേഴ്സാണ്. അപ്പോൾ 24 ജാനുവരിയിലാണ് ഞാൻ സ്റ്റുഡൻ്റായിട്ട് പോകുന്നത്. 1 ഇയർ കോഴ്സ് കഴിഞ്ഞ് PSW അപ്ലൈ ചെയ്യുന്നതിന് പകരം ഞാൻ ഡിപ്പെൻഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്തായിരുന്നു. ഒരു 6 to 8 വീക്സാണ്. അതായത് ശരിക്കും May 20 വരെയാണ് എൻ്റെ സ്റ്റുഡൻറ്റ് വിസ പീരീഡ് വരുന്നത്. അത് കഴിഞ്ഞ് അത്രയും ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ പാനിക്കായ സമയത്ത് എനിക്കൊന്നും അറിയാതെയാണ്. അതും May 20th എന്ന് പറയുന്നത് May 20ക്ക് ഒരു 5 ദിവസം മുന്നേ എങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്താലേ നമുക്ക് ഒട്ടും കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ നമുക്ക് നോർമൽ വഴിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്ന് കിട്ടുകയുള്ളൂ. പക്ഷേ May 31st അതായത് ഡെഡ് ലൈന് ഒരു ദിവസം മുന്നെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ആ സമയത്ത് എൻ്റെ സോളിസിറ്റർ, എൻ്റെ വക്കീലൊക്കെ ഒരുപാട് പറഞ്ഞായിരുന്നു, ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, ഭയങ്കര അൺസർട്ടനിറ്റി ആയിരിക്കും, എന്താ നടക്കുക, എന്താ സംഭവിക്കാൻ പോകുന്നത്, ജീവിതത്തിൽ ഇനി ഒരു തരത്തിലും ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് തന്നെയായിരുന്നു ഞാൻ അപ്ലൈ ചെയ്യുന്നതൊക്കെ. എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് ഞങ്ങളുടെ ഒരു ഉറപ്പിക്കൽ, നാട്ടിലൊരു ഉറപ്പിക്കൽ ഈ കഴിഞ്ഞ ജൂലൈ 2025 ജൂലൈയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാനും ആളും കൂടെ ഇങ്ങോട്ട് പോന്നു. ശരിക്കും പറയാമല്ലോ, ആ ഒരു സമയം UK ഇവിടുന്ന് ഒരുപാട് പ്രാർത്ഥനയിലാണ് പോയതെങ്കിലും ആ പഠിക്കുന്ന ഒരുപാട് വർഷം ഞാനല്ലാണ്ടായി മാറി ഒരുപാട് സമയങ്ങളായിരുന്നു. തമ്പുരാൻ്റെ കൃപയിൽ നിന്നും ആ ഒരു സ്നേഹത്തിൽ നിന്നൊക്കെ ആ ഒരു പ്രൊവിഡൻസിൽ നിന്നൊക്കെ ഒരുപാട് അകലത്തിൽ, ഈവൻ ദോ ഈശോ അടുത്തുണ്ടായിരുന്നെങ്കിലും ആ പ്രസൻസ് സ്വന്തമായിട്ട് ഫീൽ ചെയ്യാതെ എൻ്റേതായ ഇഷ്ടങ്ങൾ കൊണ്ടും എൻ്റേതായ താല്പര്യങ്ങളിൽ മാത്രം മുഴുകി നടന്നൊരു സമയമായിരുന്നു. ഒട്ടും നമുക്ക് പള്ളിയിൽ പോവാത്ത ദിവസങ്ങളുണ്ടായിരുന്നു, കുമ്പസാരിക്കാൻ മാസങ്ങളെടുത്ത ദിവസങ്ങളുണ്ടായിരുന്നു. ഒരുപാട് വീഴ്ചകളിലും ഒരു പാഠം ഉൾക്കൊള്ളാതെ തമ്പുരാൻ്റെ കൃപ അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ തമ്പുരാൻ്റെ ഹിതം മാത്രം നോക്കി നടക്കുക എന്നുള്ളൊരു ചിന്തയില്ലാതെ നടന്ന സമയങ്ങളായിരുന്നു. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഇഷ്ടം പോലെ ഞങ്ങളിങ്ങോട്ട് പോകുന്നു. വീട്ടിലപ്പോഴും പറഞ്ഞിട്ടില്ല, ഞങ്ങളിങ്ങനെ വിസയ്ക്ക് വെച്ചിട്ടുണ്ട്, ഇതുവരെ എന്നാൽ ഡിസിഷൻ പോലും വന്നിട്ടില്ല എന്നുള്ള കാര്യം വീട്ടിലപ്പോഴും പറഞ്ഞിട്ടില്ല. ഞാനെപ്പോഴും ഇങ്ങനെ കൂളാണോയെന്ന് ചോദിച്ചാൽ പുറമേ കൂളാണ്, പക്ഷേ ഉള്ളിൽ ഭയങ്കര സ്ട്രഗിളുണ്ട്. എന്നെക്കാൾ അധികമായിട്ട് എൻ്റെ വൈഫിൻ്റെ, കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയുള്ളൂ ഇങ്ങനെ ഡിപ്പെൻഡ് വിസയ്ക്ക് വെച്ച കാര്യം. അങ്ങനെ ആ സമയത്ത് വക്കീൽ പറഞ്ഞു 6 to 8 വീക്സ്, ഒരു 6 മുതൽ 8 ആഴ്ചകളാണ് എടുക്കേണ്ടത്. പക്ഷേ ഞങ്ങൾ ജൂലൈയിൽ വീട്ടിൽ വന്നു. തിരിച്ചു പോകാൻ സമയം ജൂലൈ 31 തിരിച്ചു പോകാൻ സമയം ഒരു ദിവസം മുന്നെയാണ് പാരൻസിനോട് പറയുന്നത്. അവരൊന്നും പറഞ്ഞില്ല, കാരണം ഒരു മകനാണ്, അവർക്ക് ഉള്ളതെല്ലാം കൊടുത്ത് കുറച്ച് ലോണും എടുത്തിട്ടാണ് എല്ലാം സമർപ്പിച്ചാണ്, ജീവിതം തന്നെ എനിക്ക് സമർപ്പിച്ച 2 പേര്. അവർക്ക് ഉള്ള സമ്പാദ്യവും കൊടുത്തിട്ട് എന്നെ അയച്ച മകൻ ഇങ്ങനൊരു വിസയുടെ അനിശ്ചിതത്വത്തിലാണെന്ന് അറിയുന്നൊരു സമയം അവരുടെ ചങ്ക് തകർന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്ക് എന്താ കാരണം എനിക്ക് അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കാനുള്ള യോഗ്യത എനിക്കില്ല. കാരണം ഞാൻ ആയിട്ട് വഷളാക്കിയൊരു സിറ്റുവേഷനെ ഞാനായിട്ട് എങ്ങനെ അവരെ ആശ്വസിപ്പിക്കുന്നു, അങ്ങനെ അവരെ ആശ്വസിപ്പിക്കാൻ പോലുള്ള യോഗ്യത എനിക്ക് ഇല്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തു. ഞങ്ങൾ പിന്നെ ഓക്കെ, ആൾ തിരിച്ച് കയറിപ്പോയി. ആൾ അവിടെ NHS നേഴ്സാണ്. അപ്പോൾ ഞാനപ്പോൾ സ്റ്റിൽ എൻ്റെ രണ്ടാമത്തെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് 28 വയസ്സായിട്ടുള്ള യുവാവ് നമ്മുടെ നാട്ടിൽ വീട്ടിൽ ഒരു ജോലിയും ഒരു കൂലിയും ഇല്ലാണ്ട് നിൽക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് നമുക്ക് ഞങ്ങളുടെ ഇവിടുന്ന് ഒരു തൊട്ടടുത്താണ്, ഒരു 10 മിനിറ്റ് എൻ്റെ വീട്ടിൽ യാത്രയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അറിയാം, കൃപാസനമുണ്ടെന്നറിയാം, ഇവിടെ ഒരുപാട് നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് അറിയാം. ലക്ഷക്കണക്കിന് ആൾക്കാരൊന്ന് ഉടമ്പടി എടുത്ത ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് സാക്ഷ്യങ്ങളും ഒരുപാട് മനസ്സലിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന അമ്മ മാതാവാൽ സാധ്യമാക്കപ്പെടുന്ന ഒരിടമാണെന്ന് അറിയാം. പക്ഷേ എങ്കിലും നമുക്കറിയാം, വിശ്വാസമുണ്ട്, വിലയുണ്ട്, സ്നേഹമുണ്ട്. പക്ഷേ സ്റ്റിൽ അമ്മ മാതാവിൻ്റെ ആ ഒരു നീല അങ്കിയുള്ള സംരക്ഷണം ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് കുറവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സമയം അമ്മയായിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് ഉടമ്പടി എടുക്കാം. അങ്ങനെ ഓഗസ്റ്റ് 18 എൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം ഞങ്ങളൊന്ന് ഉടമ്പടി എടുക്കുകയാണ്. അങ്ങനെ ഉടമ്പടി ജീവിതം തുടങ്ങിയപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് 3ാമത്തെ ഉടമ്പടിയിലാണ് ഞാൻ. ഒരു ദിവസം പോലും ഡെയിലി ബ്രെഡ് പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഒരു ദിവസം പോലും 5:30 ഞങ്ങളുടെ എഴുന്നേറ്റുള്ള പ്രത്യക്ഷ പ്രാർത്ഥനയും മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും കുർബാന ബലിയർപ്പിക്കുമായിരുന്നു.
എല്ലാ ദിവസവും 2 ആഴ്ചയിൽ മുടങ്ങാതെ കുമ്പസാരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ വസ്തുക്കളും ഞങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ, ഞങ്ങൾക്കാവുന്ന രീതിയിൽ, ഞങ്ങളുടെ ഇപ്പോൾ വിസയുടെ കാര്യത്തിനായാലും ഞങ്ങൾ പോകുന്ന ഇടങ്ങളിലാണെങ്കിലും കാണുന്ന രോഗികളിലാണെങ്കിലും ഞങ്ങൾക്ക് തന്നെ പേഴ്സണലായിട്ട് വരുന്ന ഞങ്ങളുടെ ജീവിതത്തിനെതിരായും ഞങ്ങളുടെ വീടിനെതിരായും വരുന്ന ഓരോ കാര്യങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ അമ്മയുടെ പ്രത്യക്ഷീകരണ ശക്തിയാൽ ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു ഉടമ്പടി ജീവിതം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് വന്നു. പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ആ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. കാരണം ഇത്രയും പ്രായമായ ഒരാൾ ഇപ്പോഴും ജോലി ചെയ്യുന്നില്ല, എന്താണ് ഇനി മുമ്പോട്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇവിടെ നാട്ടിലൊരു ജോലി സ്റ്റാർട്ട് ചെയ്താൽ വിസ വന്നാൽ പെട്ടെന്ന് തിരിച്ച് കയറി പോകേണ്ടി വരുമെന്ന് അറിയത്തില്ല. എന്നിട്ടും എൻ്റെ അപ്പയും അമ്മയും രണ്ടുപേർ റിട്ടയർഡ് ആയവരാണ്. എന്നിട്ടും ഇത്രയും പ്രായം ഒരു മകനെ എനിക്ക് ചിലപ്പോൾ ആർക്കും തോന്നുമായിരിക്കും എനിക്കൊരു നാണം വേണ്ടെന്നുള്ളത്. എനിക്ക് ഉള്ളിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്, ഒരുപാട് നീറുന്നുണ്ട് ഉള്ളിൽ. കാരണം എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ ഏത് സമയത്താണ് അങ്ങനെ ഡിസിഷൻ എടുത്ത്, എന്തുകൊണ്ട് ഞാൻ ഈശോയോടും അമ്മയോടും ചോദിച്ചില്ല എന്നുള്ളത്. എന്നിട്ട് ഒക്ടോബർ ഞാനൊരു സ്ഥലത്ത് പോയി. അവിടെ നിൽക്കുമ്പോൾ ഒക്ടോബർ 11-ാം തീയതിയാണ് മെയിൽ വരുന്നത്, എൻ്റെ വിസ റിജക്റ്റഡ് ആണെന്നുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വചനം ജോബ് 1:21, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് നാം മഹത്വപ്പെടട്ടെ. ഈവൻ ദോ എൻ്റെ കയ്യിൽ മറ്റുള്ള അല്ലെങ്കിൽ ഞാനായിട്ട് അല്ലെങ്കിൽ ദൈവമായിട്ട് എടുത്തതല്ല, ഞാനായിട്ട് തന്നെ ഡിസിഷൻ ബോട്ടിൽ ചെയ്താണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിലും ആ ഒരു വചനമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ ഓക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ വീട്ടിൽ വന്ന സമയത്തൊക്കെ അമ്മ എന്നോട് ആദ്യം പറഞ്ഞത് സാരമില്ല, നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം, നമുക്ക് അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് ആ പ്രത്യേക കൈവിടുക. ഹോപ്പ് എന്നുള്ള സാധനം, അമ്മയിലുള്ള ഹോപ്പ്, അപ്പനിലുള്ള ഹോപ്പ് ഒരിക്കലും വിടുക. അപ്പ എന്ന് മാത്രം വിളിച്ചുകൊണ്ടിരിക്കുക, അമ്മ എന്ന് മാത്രം ഈശോയോട് ചേർന്ന് വിളിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രം അമ്മ പറഞ്ഞത്. അത് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നിട്ടിരുന്നതും. അങ്ങനെ അവർ വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ ഏകദേശം ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞ് കല്യാണം ഏപ്രിലേക്ക് ഡിസൈഡ് ചെയ്തായിരുന്നു. ഏപ്രിൽ 11-ന് ഡിസൈഡ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ജോലി ഇല്ലാത്ത ഒരാളെയാണ് ഒരു കുടുംബത്തിലേക്ക് എത്തിച്ചു വിടുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഏറ്റുനിന്ന് എൻ്റെ മാതാപിതാക്കളോടൊപ്പം നിന്നത് എൻ്റെ ആ സമയത്ത് ഫിയാൻസി ആയിരുന്ന എൻ്റെ വൈഫാണ്. കാരണം ഒരു തരത്തിലും എന്നിൽ പ്രതീക്ഷ വിട്ടില്ല. എൻ്റെ ഡിസിഷൻ മോശമായിരുന്നിട്ടും എന്നെ ആ സമയത്ത് ഉപേക്ഷിച്ച് പോകാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നിട്ടും എന്നെ മുറുകെ പിടിച്ച് ആൾ നേരത്തെ ഉടമ്പടി എടുത്തതാണ്. ആ അമ്മാതാവിലുള്ള വിശ്വാസവും ഈശോ കൊടുത്ത വലിയ സംരക്ഷണത്തിൻ്റെ അനുഗ്രഹവും മൂലം എന്നെ ചേർത്ത് പിടിച്ച് ഇപ്പം ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ച് ഇവരെല്ലാമാണ്. അമ്മ മാതാവ് ഇവർക്ക് കൊടുത്ത ധൈര്യം, ആ ധൈര്യം ഇവർ എനിക്ക് പകർന്നുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഒന്നുകൂടെ അപ്പീലിന് കൊടുത്തു വിസയ്ക്കുള്ള. കാരണം ഒരു ചാൻസും ഇല്ല. ഞാൻ 10 ദിവസം അവിടെ ഓവർ സ്റ്റെയർ ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അപ്ലൈ ചെയ്ത് പോകുന്ന വിസ നാട്ടിലേക്ക് ഞങ്ങൾ പോന്നു. ഞാൻ എക്സിറ്റ് അടിച്ച് പോന്നു. വൺസ് ഇൻ എ മില്യൺ ചാൻസ്. ഇത് ഒരിക്കലും ഒരാൾക്കും കിട്ടത്തില്ല എന്നുള്ള സോളിസിറ്റർ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. ഞങ്ങൾ വിശ്വസിച്ചു ഇത് ഞങ്ങളുടെ കഴിവ് കൊണ്ടോ അവർ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള മെറിറ്റ് കൊണ്ടോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതായത് ഞങ്ങൾക്കൊരു മെറിറ്റും ഇല്ല, 0 മെറിറ്റാണ്. ഞങ്ങൾക്ക് വാദിക്കാനായിട്ട് ഞങ്ങളെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഒരു പോയിന്റ് പോലും ഞങ്ങളുടെ കയ്യിലില്ല. ആകെയുള്ളത് അമ്മയുടെ നീല അങ്കി കൊണ്ടുള്ള പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ശക്തി കൊണ്ടുള്ള അപ്പൻ്റെ ആ പ്രൊവിഡൻസ് കൊണ്ടുള്ള മാത്രമാണ്. അതിൽ മാത്രം വിശ്വസിച്ച് ഞങ്ങൾ അപ്പീലിന് പോയി. അങ്ങനെ നിരന്തരം പ്രാർത്ഥനയിലായിരുന്നു ഞങ്ങൾ. വന്നിട്ട് കഴിഞ്ഞ മാർച്ച് ഒന്നുകൂടെ പുതുക്കി, മാർച്ച് 18 ഒന്നുകൂടെ പുതുക്കി. അങ്ങനെ മാർച്ച് 18 മൂന്നാമത് പുതുക്കി. മാർച്ച് 20-ാം തീയതി ഉച്ചയ്ക്ക് 2:30 പ്രത്യക്ഷീകരണത്തിൻ്റെ ഡേറ്റ് അല്ല, പക്ഷേ സമയത്തിൽ മാതാവ് എനിക്ക് വിസ തന്ന് അനുഗ്രഹിച്ചു. ഇത് ഒരിക്കലും വിസയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എൻ്റെ ഒപ്പം വിസയ്ക്ക് കിട്ടാനുള്ള സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ അപ്പനമ്മ സ്ട്രഗിൾ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വൈഫ് സ്ട്രഗിൾ ചെയ്യാൻ ഞാൻ പ്രാർത്ഥിച്ചു. ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഒരുപാട് പേര് തളർന്നു വീഴുന്നുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയായിരുന്നു അമ്മ മാതാവിനോടും അപ്പനോടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ യോഗ്യത കൊണ്ട് മാത്രം ഈ കുർബാനകൾ ഇത്രയും നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഈശോയുടെ മുമ്പിൽ കരഞ്ഞ് അർപ്പിച്ചതിന് ഒരു കരുണ മാത്രം ഞാനിപ്പോൾ ആയിരിക്കുന്നു. ഞങ്ങൾ ഓരോ സമയം അപ്പീൽ വെക്കുമ്പോഴും ഉടമ്പടി വസ്തുക്കൾ ഉപ്പും തേനും ഒക്കെ ഞങ്ങൾ കാര്യമായിട്ട് യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പം ഞാനായിരിക്കുന്നത് ഞാൻ ഒട്ടും ഡിസേർവിങ് അല്ലാത്തൊരു പൊസിഷനിലാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് ഒട്ടും യോഗ്യതയില്ല. എനിക്ക് ഒരു തരത്തിലും എനിക്കിത് മാതാവ് തരണമെന്നില്ല. പക്ഷേ എൻ്റെ യോഗ്യതയല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ പ്രയത്നങ്ങളല്ല, അവിടുന്ന് ഞാനെപ്പോഴും വിശ്വസിക്കുന്ന കാര്യമാണ് ഞാൻ പാപിയാണ്. പക്ഷേ ഞാൻ പാപിയാകുന്നതിന് മുന്നേ അവിടുന്ന് എൻ്റെ അപ്പൻ്റെ മകനാണ് ഞാനെന്നുള്ള വിശ്വാസം, ആ ഒരു വിശ്വാസ്യത, ആ ഒരു കൺവിക്ഷൻ ഞാൻ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇതുവരെ ഓരോ കാര്യങ്ങളും അമ്മയാണ് ഇതുവരെ നടത്തിയത്. കഴിഞ്ഞ 11-ാം തീയതി, ഇന്ന് 13-ആണ്, മിനിഞ്ഞാന്നായിരുന്നു ഞങ്ങളുടെ വിവാഹം.
ആള് വിവാഹത്തിൻ്റെ ഡ്രസ്സിലാണ് വന്ന് ഞങ്ങൾക്ക് സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു അന്നത്തെ ദിവസം തന്നെ. പക്ഷെ സാധിച്ചില്ല. അതിന് ഞാൻ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ആള് വിവാഹ വസ്ത്രത്തിലാണ് വന്നിരിക്കുന്നത്, എനിക്ക് വരാൻ സാധിച്ചില്ല. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാതെ താഴ്ചയിലേക്ക് പോയി. ആ ഒരു താഴ്ചയിൽ നിന്ന് തമ്പുരാൻ എന്നെ ഈ അൾത്താരയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഓരോ ആൾക്കാർക്കും, ഓരോ മക്കൾക്കും മാതാവും ഈശോപ്പയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനിയും കാത്തു വെച്ചിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് മാതാവിനോട് ഇനിയും പ്രാർത്ഥിക്കാം, പ്രദക്ഷിണത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, മാതാവിനെ ഉള്ളിൽ കൊണ്ടു നടക്കാം. പ്രൈസ് ഗോഡ്. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങളുടെ അടുത്ത് അഭയം തേടി വരുന്ന ഒരുപാട് മക്കളെ ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു പലർക്കും. അതുപോലെ തന്നെ പൈസയായിട്ടും വേണ്ടവർക്ക്, ഇപ്പം അമ്മ പറയുന്ന പോലെ കൈ അറിഞ്ഞ് ദാനം ചെയ്യുക എന്നുള്ളത് അവർക്ക് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ കാരുണ്യപ്രവൃത്തികൾ ഒരുപാട് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ ഓട്ടോ സ്റ്റാൻഡിലും റോഡരികിലും ഒട്ടും അറിയാത്ത കടകളിലൊക്കെ കൊണ്ടുപോയി. ആരും എൻ്റെ അടുത്ത് റിജക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനൊരു തരത്തിൽ ഒരിക്കലും പത്രം വേണ്ടാന്നോ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് യാതൊരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു. ഇത് കൊടുത്ത് അവരെങ്ങനെ സ്വീകരിക്കും, നമുക്ക് അവരുടെ മനുഷ്യൻ്റെ ഇഷ്ടം നോക്കണ്ട എന്നുള്ളൊരു ബോധ്യം എനിക്ക് കിട്ടിയത് പത്രം കൊടുക്കാൻ തുടങ്ങിയത് മൂലമാണ്. കാരണം നമ്മുടെ ഹിതമല്ല, ഈശോ പ്രാർത്ഥിച്ച പോലെ അപ്പ എൻ്റെ ഹിതമല്ല, നിൻ്റെ ഹിതം നിറവേറണം. ഈ പത്രം കൊടുക്കുന്നത്, ഉടമ്പടിയിൽ ഓരോ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നത്, ഉടമ്പടി പ്രാർത്ഥിക്കുന്നതൊക്കെ എൻ്റെ ഹിതമല്ല, നമ്മുടെ ആരുടെ ഹിതമല്ല, ഇതെല്ലാം അപ്പനായിട്ട് നമുക്ക് ഏൽപ്പിച്ചതെന്നാണ്. ആ കാരുണ്യ പ്രവൃത്തികൾ അമ്മയോടുള്ള സ്നേഹം മൂലം, അപ്പനോടുള്ള അതിയായ സ്നേഹം മൂലം എനിക്ക് ചെയ്യാൻ സാധിച്ചു. ഒരു മടിയുമില്ലായിരുന്നു. പലതവണ തുടക്ക സമയത്ത് മടിയുണ്ടായിരുന്നെങ്കിലും നമ്മൾ ഈ ഉടമ്പടി പല കാര്യങ്ങളും കാണുന്ന പോലും പല കാര്യങ്ങൾ ചെയ്യുന്ന പോലും മാറുന്നില്ല എന്ന് ഞാൻ തന്നെ എന്നെ വിധിച്ച കാര്യം ഞാൻ ഉടമ്പടി എടുക്കുന്നത് മൂലം എനിക്ക് മാറിക്കിട്ടി. ഒരു 9 മാസം മുന്നേയുള്ള ജോസ് അല്ല ഇപ്പോൾ ഇവിടെ ആൾക്കാർ നിൽക്കുന്ന ജോസ്. ആ ജോസിന് ഒരുപാട് അമ്മയുടെ പ്രൊട്ടക്ഷനുണ്ട്, ഒരുപാട് അമ്മയുടെ സ്നേഹമുണ്ട്. എൻ്റെ സംസാരത്തിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരിക്കും ആ ഒരു ഗ്രേസ് അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് മേടിച്ചു തന്നതാണ്. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കോടാനുകൂടി നന്ദി. പ്രൈസ് ഗോഡ്. താങ്ക് യു. പ്രൈസ് ഗോഡ്. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ മാതാവിനെക്കുറിച്ച് അറിയുന്നത് ഞാൻ നഴ്സിംഗ് പഠിക്കുമ്പോഴാണ്. ഒരു വിഷമമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ മാതാവിനെ അറിയുന്നത്. കാരണം ഞാൻ പഠിക്കുമ്പോൾ മാറിയിരുന്നാണ് നഴ്സിങ്ങിന് പഠിക്കാറ്, സൈലൻ്റ് ആയിട്ടുള്ള സ്പേസിൽ. ആ സ്പേസിൽ അവിടെ ഈ മിച്ചറൊക്കെ പൊതിഞ്ഞാണ് മാതാവിൻ്റെ പത്രം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നമ്മുടെ സ്റ്റുഡൻസ് ഇങ്ങനെ പോയിരുന്ന് കഴിക്കുമ്പോൾ മിച്ചറൊക്കെ പൊതിഞ്ഞിരുന്ന ആ ഒരു പത്രത്തിലൂടെയാണ്, കൃപാസന മാതാവിൻ്റെ പത്രത്തിലായിരുന്നു മിച്ചർ പൊതിഞ്ഞിരുന്ന് ഞാൻ കാണുന്നത് ആദ്യമായിട്ട്. പിന്നെ അവിടെ കീറിപ്പറിച്ചിടുന്നത്. ഞാൻ ആദ്യമായിട്ട് ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ കൃപാസനം, അതിൻ്റെ അഡ്രസ്സ് അതൊക്കെ കാണാൻ പറ്റും. അപ്പം ഇനി ഞങ്ങൾക്ക് ഫോൺ അനുവദിച്ചിട്ടിരുന്നില്ല നഴ്സിങ്ങിൻ്റെ സമയത്ത്. ഒരു തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആയപ്പോഴാണ് ഫോൺ കയ്യിൽ കിട്ടുന്നത്. ആ സമയത്ത് ഞാൻ വെറുതെ ഫോൺ ഇടയ്ക്ക് കിട്ടുമ്പം ഞാനിങ്ങനെ അടിച്ചു നോക്കും, കൃപാസനം എവിടെയാണ്, എന്താണ് കൃപാസന മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ. അങ്ങനെയാണ് ഞാൻ മാതാവിനെക്കുറിച്ച് അറിയുന്നത്. ഞാൻ ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് UK യിലേക്കുള്ള എൻ്റെ വിസ, എൻ്റെ എല്ലാം OET CB ഞാൻ OET 2 തവണ എഴുതി. 3ാമത്തെ തവണ എഴുതുമ്പം എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ വേണം എന്ന് നിർബന്ധമായിരുന്നു. മാതാവിൻ്റെ കാശുരൂപത്തിനോടൊപ്പം OET എക്സാം ഇറങ്ങി 3ാമത്തെ തവണ ഇറങ്ങി വന്നു കഴിഞ്ഞ് എൻ്റെ കുറച്ച് പത്രം ഉണ്ടായിരുന്നു. ആ പത്രം ഞാൻ നടന്ന് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ നടന്ന് ഞാൻ വഴിക്കൂടെയും റോഡിലുള്ള വണ്ടി നിർത്തിയിരിക്കുന്ന ആൾക്കാർക്കുമൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് ഉടനെ എൻ്റെ വിസ വന്നു, എൻ്റെ COS വന്നു. എനിക്ക് അവിടെ എൻ്റെ OSCE എക്സാം ഞാൻ 2ാമത്തെ തവണ പാസ്സായി. എല്ലാം മാതാവിൻ്റെ ഒരു അനുഗ്രഹത്തോടാണ്. ഇപ്പം ഞങ്ങളുടെ വിവാഹമായിരുന്നു കഴിഞ്ഞ 11-ാം തീയതി. അപ്പോൾ ആൾ പറഞ്ഞതുപോലെ ഒരുപാട് സ്ട്രഗിളിലൂടെ ഞങ്ങൾ കടന്നുപോയി. എനിക്ക് എൻ്റെ പേരൻസിനും നല്ല കൺസേൺ ഉണ്ടായിരുന്നു, എങ്ങനെ ആയിരിക്കും മുന്നോട്ട് പോകേണ്ടത്, എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ മാതാവിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. മാതാവ് ഈശോയ്ക്ക് കൊടുക്കുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വിഷമിച്ച സമയങ്ങളുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല ആളെനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, ഞാൻ അവിടെ ആളെവിടെ എന്ന് പറഞ്ഞ് ഇനി മുന്നോട്ട് ജീവിതം പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആളെ എൻ്റെ കൂടെ കൂട്ടണം കല്യാണം കഴിഞ്ഞ്. അപ്പം മാതാവ് അതെനിക്ക് സാധിച്ചു തന്നു, ഈശോയിലൂടെ എനിക്ക് സാധിച്ചു തന്നു. കൃപാസന മാതാവിനും ഈശോയ്ക്കും
കൊടാനുകൂടി നന്ദി പറയുന്നു. ഒരിക്കലും മാതാവ് ഉടമ്പടി എടുത്തതിന് ശേഷം ആരെയും കൈവിടത്തില്ല. പൂർണ്ണമായി വിശ്വസിക്കുക, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മാതാവ് ഉറപ്പായിട്ടും എല്ലാവരുടെയും യോഗങ്ങൾ സാധിച്ചു തരും. ഇത്രയൊക്കെ സ്ട്രഗിൾ ഉണ്ടായിട്ടും അറിയാലോ, ഒരു പെണ്ണിൻ്റെ അപ്പന് ഒരു സ്വന്തം, നിങ്ങൾക്കറിയാം, പേരൻസിന് കൺസേൺ ഉണ്ടാവും. ഒരു ജോലിയില്ലാത്ത, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു ചെറുക്കന് എങ്ങനെ ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കും എന്നുള്ള എൻ്റെ പേരൻസിന് നല്ല കൺസേൺ. അങ്ങനത്തെ തെറ്റായ രീതിയിലല്ല, എന്നാൽ അവരുടെ ഉള്ളിൽ എനിക്കത് വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഉടമ്പടിയിൽ ഞാൻ ഇംഗ്ലീഷ് പത്രം ഇവിടുന്ന് വാങ്ങിയിട്ട് പോകുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജോലി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ എൻ്റെ ഈ ഭാഗത്തും കയ്യിലും കുരിശിലും കണ്ണിലും ചെവിയിലും മൂക്കിലും എല്ലാം ഞാൻ ഉടമ്പടി തൈലം പുരട്ടുമായിരുന്നു. കാരണം ഈശോയെ, മനുഷ്യജീവിതമാണ് എൻ്റെ കയ്യിലൂടെ കടന്നു പോകുന്നത്. അപ്പം എൻ്റെ കയ്യിലൂടെ ഈശോയെ നീ അവർക്ക് രോഗസൗഖ്യം കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ, ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കയ്യിൽ 3 തവണ കുരിശ് വരയ്ക്കുമായിരുന്നു. പിന്നെ നെറ്റിയിലും കണ്ണിലൂടെ ഞാൻ കാണുന്നത് ഈശോയെ നിൻ്റെ കണ്ണിലൂടെ ആയിരിക്കണേ, ഞാൻ സംസാരിക്കുന്നത്, നിൻ്റെ നാവിലൂടെ ഞാൻ സംസാരിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. അതെനിക്ക് ഭയങ്കര അനുഭവമാണ്. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നല്ല ടെൻഷനായിരിക്കും. കാരണം ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ജോബാണ് NHS. അപ്പം അവിടെ എൽഡർലി പ്രായമായവരെയാണ് ഞാൻ നോക്കുന്നത്. എന്നാലും അവരിലേക്ക് ഈശോയെ അവരുടെ നിൻ്റെ മുഖം ദർശിച്ച് എനിക്ക് അവരെ ശുശ്രൂഷ ചെയ്യണമെന്ന് ഇപ്പം പ്രാർത്ഥിക്കുമായിരുന്നു. ഇച്ചിരി ടെൻഷനുള്ള കൂട്ടത്തിലാണ് ഞാൻ, ഇച്ചിരി വെപ്രാളം കൂടുതലാണ് ഓരോ കാര്യത്തിൽ. ഈശോയെ ആ സമയത്തൊന്നും നീ എന്നെ കൈവിടരുത്തരുതേ, ഞാൻ ചെയ്യുന്ന തെറ്റ് നീ എനിക്ക് കാണിച്ചു തരണേ. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനത് ചെയ്യുന്ന കാര്യം തെറ്റായി ചെയ്യുന്ന സമയത്ത് എന്നെ അവിടെ നിന്ന് ഈശോ പുറകോട്ട് വലിച്ചിട്ടുണ്ട്. അത് അറിയാം, നഴ്സിങ്ങിലെന്ന് പറയുന്നത് ഭയങ്കര ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കണം നഴ്സിംഗ് കെയർ കൊടുക്കുമ്പോൾ. അപ്പോൾ അറിയാമല്ലോ, ആ സമയത്തൊക്കെ ഈശ്വരൻ ഒരുപാട് കരുതിയിട്ടുണ്ട്. അപ്പം അവിടുത്തെ ഉടമ്പടി ജീവിതം എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റും. പിന്നെ തിരി കത്തിക്കുന്നതിൽ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഈ ഫയറെല്ലാം ഒക്കെ വരുമ്പോൾ എന്നോട് എൻ്റെ ഹൗസ് ലോഡ്സ് പറയുമായിരുന്നു തിരി ഒന്നും കത്തിക്കാൻ പാടില്ല. എന്നാലും ഞാൻ തിരി കത്തിക്കുന്ന പോലെ കയ്യിൽ പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ എൻ്റെ അടുത്ത് വെക്കുമായിരുന്നു. പിന്നെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ OSCE എക്സാമൊക്കെ പോകുന്ന സമയത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അവിടുത്തെ ആരും ചവിട്ടാത്ത രീതിയിൽ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഉപ്പ് ഞാൻ നാവിൽ കൊള്ളുമായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ദേഹത്ത് കുറച്ച് മുഴകളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പം ആ മുഴ ഞാൻ കണ്ടുപിടിച്ചത് ലേറ്റായിട്ടാണ്. ഞാൻ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന കൂടെ, ചെറിയൊരു കാര്യം വന്നാലും പെട്ടെന്ന് ടെൻഷനാവും. പിന്നെ മാതാവിൻ്റെ തൈല് ഞാൻ ഉടനെ കയ്യിലെടുത്ത് ഞാൻ മുഴയിൽ പരട്ടി ഒരു 2 to 5 സെക്കൻഡ്സ് എടുത്തില്ല. പെട്ടെന്ന് ഞാൻ അവിടെ തന്നെ ഫീൽ ചെയ്ത് നോക്കിയപ്പോഴത്തേനും ആ ഇത്രയുണ്ടായിരുന്ന മുഴ ഇത്രയായിട്ട് ചുരുങ്ങിപ്പോയി. പിന്നീട് ഇപ്പോൾ അവിടെ ആ മുഴ കാണാറേയില്ല. അത് ഞാൻ എൻ്റെ അമ്മയോട് പറയും, അമ്മ ഇതെന്താ സംഭവം, എനിക്ക് അറിയത്തില്ല, എനിക്ക് പെട്ടെന്ന് ടെൻഷനാവുന്നു, കല്യാണമാണ്, എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ഞാൻ എവിടെയോണ്ട് കാണിക്കണോ, അങ്ങനെയൊക്കെ ഒരു ഭയങ്കര കൺസേൺ ആയിരുന്നു. അപ്പം പറഞ്ഞു, എൻ്റെ അമ്മ പറഞ്ഞു, നീ ഒന്നും കൂടെ പേടിക്കണ്ട, പ്രാർത്ഥിക്കും, മാതാവിൻ്റെ ഉടമ്പടി തൈലെടുത്ത് പരട്ട്. അപ്പോൾ അങ്ങനെ പരട്ടി ഉടനെ തന്നെ അത് ചുങ്ങി. ഇപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പിന്നെ നാവിൽ അൾസറൊക്കെ വരുമായിരുന്നു. അൾസറൊക്കെ വരുമ്പോഴത്തേനും ഞാൻ അവിടെ പരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഉടനെ തന്നെ അൾസർ ഹീലാവും. അപ്പം സമയചുരുക്കത്തിൻ്റെ മാതാവാണ് നമ്മുടെ കൃപാസന മാതാവ്. മാതാവിനെ ഒരിക്കലും കൈവിടത്തില്ല എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെയാണ് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ജീവിത അന്ത്യം വരെ ഞാൻ കൃപാസന ഉടമ്പടിയിലായിരിക്കും, മാതാവിൽ ഉടമ്പടിയിലായിരിക്കും. ഈശോയിൽ ഒരുപാട് ആശ്രയിച്ച് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയിലോട് പ്രാർത്ഥിക്കുന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. ഈശോയ്ക്കും മാതാവിനോ ഒത്തിരി 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 നന്ദി. ഈശോയ്ക്കും അമ്മ മാതാവിന് 1000 നന്ദി. എൻ്റെ മോൻ്റെ വിസയുടെ പ്രശ്നം വന്നപ്പോൾ ഈ മോളുടെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു വലിയ ഒരാളാണ്. ആ വ്യക്തി പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ എംബസിയിൽ വിളിച്ച് പറയാം, അത് പെട്ടെന്നാക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഷീലുവിനോട് പറഞ്ഞു, ഇവനോട് പറഞ്ഞു, വേണ്ട, നമ്മൾ അമ്മയ്ക്ക് കൊടുത്തതാണ്, നമ്മുടെ അമ്മ നമ്മളെ കൈവിടില്ല, എനിക്ക് മറ്റൊരു വ്യക്തിയിലൂടെ എനിക്ക് വേണ്ട, അങ്ങനെ ഒരു വിസ വേണ്ട, എനിക്ക് എൻ്റെ അമ്മ മാതാവിൽ കൂടെ തന്നെ എനിക്ക് ആ വിസ കിട്ടിയാൽ മതി, അതുകൊണ്ട് പറയരുത്, ഒരു കാരണവശാലും അങ്ങേരെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അമ്മയോട് തന്നെ പറഞ്ഞു, അമ്മയെ അല്ലെങ്കിൽ എനിക്ക് അച്ഛനെ കണ്ട് അത് നമുക്ക് വേണ്ടി മാതാവ് ഒരുക്കിയ വ്യക്തിയാണെന്ന് എനിക്ക് ബോധ്യം വരണം. പക്ഷെ ഞങ്ങൾ 2-3 പ്രാവശ്യം എപ്പോഴും മിക്കവാറും ഞങ്ങൾ വരുമായിരുന്നു. അച്ഛനെ കാണാനോ അങ്ങനെ ഒരു എനിക്ക് അങ്ങനെ അച്ഛനോട് ചോദിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല, ശ്രമിച്ചെങ്കിലും.
അപ്പം ഞാൻ വിചാരിച്ചു ശരിക്കും നമ്മൾ മാതാവ് നമുക്ക് തരും, നമുക്ക് ആ വ്യക്തിയുടെ ആ വ്യക്തിയിലൂടെ നമുക്കത് കിട്ടണ്ട, അപ്പോൾ ആ ക്രെഡിറ്റ് ആ വ്യക്തിക്ക് പോയാലോ, അതുകൊണ്ട് അത് വേണ്ട, എനിക്ക് എൻ്റെ അമ്മ വഴി മാത്രം തന്നാൽ മതി എന്ന് വിചാരിച്ചാണ് ഞാൻ ആ വ്യക്തിയെ കൊണ്ട് പറയിപ്പിക്കാൻ. ഇന്ത്യയിൽ തന്നെ ഒരു വലിയ വ്യക്തിയാണ് അങ്ങേരെ, പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ സാധിച്ചെന്ന മാതാവിനും ഈശോപ്പയ്ക്ക് 1000 നന്ദി. എത്ര പറഞ്ഞാലും മതിയാവാനാത്ത വിധം ഞങ്ങൾ ഒരു മരിച്ച വീട്ടിലെ പോലെ ആയിപ്പോയായിരുന്നു ഈ ഒരു 5-8 മാസം ഞങ്ങൾ ജീവിച്ചു പോയത്. അതുപോലെ തന്നെ ഈ കല്യാണത്തിൻ്റെ സമയത്തും ആൾക്കാർ വന്ന് ചോദിക്കും, മോൻ എന്താ ജോലി, അല്ല മോൻ എന്ത് ചെയ്യും, ഞങ്ങൾ അപ്പം നമ്മൾ എന്താ പറയുക, ഒരമ്മയ്ക്കും അപ്പം ഞങ്ങൾ എന്ത് പറയും. അപ്പം ആ സമയത്തും ഈശോയും അമ്മയും കൂടെ ഞങ്ങൾ തല ഉയർത്തിപ്പിടിക്കാൻ ഞങ്ങൾക്കൊരവസരം തന്നു. 20-ാം തീയതി കഴിഞ്ഞ 20-ാം തീയതി അതിൻ്റെ സന്തോഷം ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് നന്ദി പറഞ്ഞു അമ്മയോട്. അതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെ എന്തായാലും ഡ്രസ്സിൻ്റെ കല്യാണം, ഞാൻ ഏറ്റവും അവസാനമാണ് കല്യാണത്തിൻ്റെ ഒരു ഇത് പറഞ്ഞത്. ഞാൻ അന്ന് ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചിരുന്ന് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം, എനിക്ക് എന്നെ ഇവിടെ കയറ്റി അമ്മ നിർത്തണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അമ്മ എന്നെ അതിലൂടെ ഒത്തി എൻ്റെ സഹോദരങ്ങൾക്ക് രോഗസൗഖ്യം ലഭിച്ചിട്ടുണ്ട് കുറേ. അതൊന്നും അവരില്ലല്ലോ ഇവിടെ, അതുകൊണ്ട് പറയുന്നില്ല. സഹോദരനൊരു ഭവനം വാങ്ങാൻ പറ്റി, അതിന് നന്ദി പറയുന്നു. എല്ലാത്തിനും ഒരുപാട് നന്ദി. സങ്കീർത്തനങ്ങൾ 115, 11, 12 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവിൻ, അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ജോസ് എന്ന ഈ മകനും ജീവിത പങ്കാളിയും അമ്മയും ഓരോരുത്തരുടെയും വാക്കുകളിലൂടെ പരിശുദ്ധമ്മ ഈ നാളുകളിൽ അത്ഭുതകരമായി എങ്ങനെ കരം പിടിച്ചുവെന്നും അടിപതറിപ്പോയ ജീവിത സാഹചര്യത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുവാൻ പറ്റും വിധം അമ്മ മാതാവ് ആ വിസ ഗ്രാൻഡ് ചെയ്തുകൊണ്ട് മകൻ്റെ വ്യക്തി ജീവിതത്തെ, മകൻ്റെ കുടുംബ ജീവിതത്തെ, കുടുംബത്തിൻ്റെ അഭിമാനത്തെ എല്ലാം അമ്മ മാതാവ് തിരികെ നൽകിയെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. ജോസ് പറഞ്ഞു, 9 മാസം മുമ്പുള്ള ഒരു വ്യക്തിയല്ല ഞാനിപ്പോഴെന്ന്. മകൻ്റെ വാക്കുകളിൽ നമുക്കത് വ്യക്തമായിരുന്നു. ദൈവസന്നിധിയിൽ എളിമപ്പെടുന്ന, ഈശോയ്ക്ക് പ്രഥമസ്ഥാനം കൊടുക്കുന്ന, അമ്മ മാതാവിനോട് നിരന്തരമായ ബന്ധം സൂക്ഷിക്കുന്ന, പ്രാർത്ഥന കൊണ്ട് ജീവിതത്തെ കൂടുതൽ ശാക്തീകരിച്ച് ദൈവം കൂടെയുണ്ടെങ്കിൽ ഏതു ജീവിത ക്ലേശത്തെയും തരണം ചെയ്യുവാനാകുമെന്ന പ്രത്യാശയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ജീവിതക്രമം ഉടമ്പടിയിലൂടെ മകന് ലഭിച്ചതും അത് അനുഗ്രഹത്തിന് കാരണമായതും ഈ അൾത്താരയിൽ മകൻ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. മകൻ പറയുന്നുണ്ട്, വിസയ്ക്ക് വേണ്ടി ഞാൻ അധികമൊന്നും അമ്മയോട് പ്രാർത്ഥിച്ചിട്ടില്ല, എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ വേണ്ടി അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. ജോസിൻ്റെ ജീവിത പങ്കാളി അതിലും സുന്ദരമായി മകളുടെ ഉടമ്പടി ജീവിത അനുഭവങ്ങളെയാണ് പങ്കുവച്ചത്. മകൾ കൃപാസന മാതാവിനെ പരിചയപ്പെട്ട നാൾ മുതൽ വിവാഹത്തിൽ എത്തിച്ചേർന്ന ദിവസം വരെയും മകളെ അമ്മ മാതാവ് നയിച്ചതും കാത്തതും ഉയർത്തിയതും ഈ വിവാഹ ജീവിതത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ചില തടസ്സങ്ങൾ, ചില ക്ലേശങ്ങൾ ഉണ്ടായപ്പോൾ ഉറച്ചു നിന്ന് പ്രത്യാശയോടുകൂടി ആ വിവാഹത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി മകളെടുത്ത നിലപാടുകളും എല്ലാം വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തി. അമ്മ എടുത്തു പറഞ്ഞു, മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ ഇടപെടൽ വേണമെങ്കിൽ ഇതിന് ലഭിക്കുമായിരുന്നു, അത് അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചത് മറ്റിനി ആരുടെ കരങ്ങളിലൂടെയും പോകണ്ടെന്ന് കരുതി ഭൗതികമായ സ്വാധീനങ്ങളല്ല, സ്വർഗീയമായ അനുഗ്രഹത്തിന് വേണ്ടിയാണ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതും കാത്തിരുന്ന് അമ്മയുടെ കരങ്ങളിലേക്ക് നിരന്തരം നിയോഗത്തെ കൊടുത്തുകൊണ്ടിരുന്നതുമെന്ന് അമ്മ ഏറ്റുപറഞ്ഞു. ഇവിടെ ജോസഫ് അച്ഛനെ കണ്ട് കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ഈ ഒരു തടസ്സവും പ്രതിസന്ധിയും മാറണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും അച്ഛനെ കാണുവാനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഉടമ്പടി എടുക്കുമ്പോൾ ഓർക്കണം, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്കാണ് ജീവിത വിഷയം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഈ ആലയത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ദുരന്തങ്ങൾ വരുന്നു പ്രാർത്ഥിക്കണമെന്ന് അമ്മ അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ദുരന്ത മുഖമെന്താണോ ആ ഇടത്ത് അമ്മ കൂടെ നിന്ന് കുരിശിൽ മരിച്ച ഈശോയോട് നമ്മുടെ വിഷയത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ഈശോ ഉയർത്തതുപോലെ ഭൂമിയിൽ നിന്ന് നമ്മുടെ ജീവിതം ഉയർക്കുന്നത് പോലെ അഭിമാനത്തിൽ തലയുയർത്തി നിൽക്കുന്നത് പോലെ അമ്മ നമ്മുടെ ജീവിതത്തെ സഹായിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്.
നമ്മുടെ ജീവിത വിഷയങ്ങൾ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അമ്മയോട് പ്രാർത്ഥിക്കാം. എത്ര ക്ലേശകരമാവട്ടെ, എത്ര നാളായി നാം കണ്ണീരോടുകൂടി കൊടുക്കുന്നതാവട്ടെ, ഇനി ഒരിക്കലും നടക്കില്ലെന്ന് മറ്റുള്ളവർ പറയുന്നതാവട്ടെ, അമ്മയ്ക്ക് ഈശോയുടെ കരങ്ങളിൽ കൊടുത്താൽ നേടിത്തരുവാൻ ഒന്നും അസാധ്യമല്ല. അതുകൊണ്ട് അമ്മയിൽ ശരണപ്പെടാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടുത്തുകൊണ്ട് കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.